ഇനി മീനക്കൂറാണ്, പീസസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുരുട്ടാതി കാല് അവസാനത്തെ ഒരു പാദം, ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ സമയം വളരെ പ്രധാനമാണ്. ലഗ്നത്തിൽ തന്നെ ആണ് ശനി എന്നുള്ളത് കൊണ്ട് ഈ 2.5 വർഷക്കാലം കണ്ടകശനിയും 7.5 ശനിയും തുറന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നാൽ കുജൻ മെയ് 11 ലഗ്നത്തിൽ നിന്ന് മാറി 2ാം ഭാവത്തിലേക്ക് മാറുന്നത് അനുകൂലമായിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പല സംഘർഷങ്ങളും പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ കുറച്ചൊന്ന് കുറയാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി രംഗത്ത് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അത് ഫലം കാണുന്നതാണ്. ഇന്ന് അത് കാണുന്നില്ലെങ്കിൽ പോലും അതിനുള്ള പ്രതീക്ഷ അത് വൈകി നാളെ അതിന് ഫലം കണ്ടെത്തുന്നതാണ്. പ്രത്യേകിച്ച് ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ 2ാം ഭാവത്തിൽ ചൊവ്വ വരുന്നത്, 2ാം ഭാവത്തിൽ തന്നെ 2ാം ഭാവത്തിൽ വരുന്നത് പല വരുമാന മാർഗങ്ങളും ഉണ്ടാക്കും. പുതിയ നൂതന മാർഗങ്ങൾ, വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. പണം കിട്ടാനുള്ള സാധ്യതകളും മുൻപ് നമുക്ക് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പണവും നമുക്ക് കിട്ടും. ആരോഗ്യപരമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങളോ ക്ഷീണങ്ങളും ഒക്കെ കുറച്ചൊന്ന് കുറയാൻ ഈ കാലം അനുകൂലമാണ്. ശനി ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റേതായിട്ടുള്ള ആ ഒരു എനർജിയുടെ കുറവുണ്ട് എങ്കിൽ പോലും അവിടുന്ന് ചൊവ്വ മാറുന്നു എന്നുള്ളത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് ശമിക്കുന്നതാണ്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനിയെ ഭജിക്കുക, ശനി ഗ്രഹത്തിന് വേണ്ട ശാന്തി മന്ത്രങ്ങൾ സ്വയം ചൊല്ലുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം. അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തിലദാനം നടത്തുക, അതുപോലുള്ള ആൾക്കാർക്ക് തിലം കൊണ്ടുള്ള ദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ എള്ളുതിരി കത്തിക്കുക, ശാസ്താക്ഷേത്രത്തിലും മറ്റും നീരാജനം നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. നമസ്കാരം.